ഓം ശാന്തി. 22/7/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ ലോകത്തിലേക്ക് പോകണം. ഈ ദുഃഖത്തിന്റെ ദിനങ്ങൾ പൂർത്തിയാവുകയാണ്. അതിനാൽ പഴയ കഴിഞ്ഞുപോയ കാര്യങ്ങൾ മറക്കണം. ചോദ്യം: നിങ്ങൾ കർമ്മയോഗികളായ കുട്ടികൾക്ക് നിരന്തരമായി ഏത് അഭ്യാസം ചെയ്യണം? ഉത്തരം: ഈ നിമിഷം ശരീര നിർവഹണാർത്ഥത്തിനു വേണ്ടി ശരീരത്തിലേക്ക് വന്നു. അടുത്ത നിമിഷം ദേഹി അഭിമാനിയായി മാറൂ. ദേഹത്തിന്റെ സ്മൃതി ഇല്ലാതെ കർമ്മം ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ അഭ്യാസം ചെയ്യണം. കർമ്മം ചെയ്തും ദേഹാഭിമാനിയായി വീണ്ടും ദേഹി അഭിമാനിയായി മാറണം. ഇങ്ങനെയുള്ള അഭ്യാസം നിങ്ങൾ കുട്ടികൾക്കല്ലാതെ ലോകത്തിൽ വേറെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല. ഗീതം: ഉണരൂ സജ്ജനികളെ, ഉണരൂ. ഓം ശാന്തി. ആത്മീയ അച്ഛൻ പറയുകയാണ്, മധുരമധുരമായ ആത്മാക്കൾ അഥവാ കുട്ടികൾ ഈ ഗീതം കേട്ടുവോ? ഇതിനെയാണ് പറയുന്നത് ജ്ഞാനത്തിന്റെ ഗീതം. ഈ ഗീതം വളരെ നല്ലതാണ്. നിങ്ങൾ ആത്മാക്കൾ ഇപ്പോൾ ഉണർന്നു. ഡ്രാമയുടെ രഹസ്യം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. ഭക്തിമാർഗത്തിന്റെ വിനോദവും നിങ്ങൾ കണ്ടതാണ്. എന്തെല്ലാം കഴിഞ്ഞുപോയോ അത് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നിങ്ങൾക്ക് തന്റെ കഴിഞ്ഞുപോയ 84 ജന്മങ്ങളുടെ ചരിത്രം അറിയാം. 84 ജന്മങ്ങളുടെ കഥ ബാബ കേൾപ്പിച്ചു തന്നു. ഇത് പുതിയ ലോകത്തിലേക്കുള്ള പുതിയ കാര്യമാണ്. ബാബയിലൂടെ നിങ്ങൾ പുതിയ കാര്യങ്ങളാണ് കേൾക്കുന്നത്. ബാബ കുട്ടികൾക്ക് ധൈര്യം നൽകുകയാണ്. കുട്ടികളെ, ഇപ്പോൾ പുതിയ ലോകത്തിലേക്ക് പോകുന്നതിന് പഴയ കാര്യങ്ങൾ മറക്കൂ. ഭക്തി മാർഗത്തിലെ വേദങ്ങളും ശാസ്ത്രങ്ങളും അങ്ങനെ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഇല്ലാതാകും. അവിടെ ഭക്തി മാർഗത്തിന്റെ അടയാളം ഉണ്ടാകില്ല. അവിടെ ഭക്തിയുടെ ഫലമാണ് പ്രാപ്തമാകുന്നത്. ബാബ വന്ന് ഭക്തർക്ക് ഫലം നൽകുകയാണ്. കുട്ടികൾക്കറിയാം ബാബ എങ്ങനെയാണ് ഭക്തിയുടെ ഫലം നൽകുന്നത്. ആരാണോ ഏറ്റവും കൂടുതൽ ഭക്തി ചെയ്തത് അവർക്ക് തീർച്ചയായും കൂടുതൽ ഫലം കിട്ടും. ജ്ഞാനത്തിന്റെ പുരുഷാർത്ഥവും അവർ കൂടുതൽ ചെയ്യും. നിങ്ങൾക്കറിയാം നമ്മൾ ആത്മാക്കളാണ് കൂടുതൽ ഭക്തി ചെയ്തത്. തീർച്ചയായും ജ്ഞാനത്തിലും അവർ ശക്തിശാലികളായി മുന്നോട്ടു പോകും. അപ്പോൾ ലക്ഷ്മി നാരായണനെ പോലെ ഉയർന്ന പദവി പ്രാപ്തമാകും. ഇപ്പോൾ നിങ്ങളുടേത് ജ്ഞാനത്തിന്റെയും യോഗത്തിന്റെയും പുരുഷാർത്ഥമാണ്. ദേഹി അഭിമാനിയായി കഴിയണം. പിന്നീട് ദേഹധാരിയുമാകണം. കർമ്മം ചെയ്തുകൊണ്ടും ബാബയെ ഓർമ്മിക്കണം. ശരീരമില്ലാതെ നമുക്ക് കർമ്മം ചെയ്യാൻ സാധിക്കില്ല. ബാബയെ ഓർമ്മിക്കണം എന്നത് ശരിയാണ്. പക്ഷെ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ദേഹത്തെ മറക്കുന്നതിലൂടെ ജോലികളൊന്നും നടക്കില്ല. കർമ്മം ചെയ്യുക തന്നെ വേണം. ബാബയുടെ ഓർമ്മയിൽ വളരെ ആനന്ദമുണ്ട്. ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. പക്ഷേ ശരീരത്തിന് ഭക്ഷണം തന്നെ വേണം. ദേഹി അഭിമാനിയായി കഴിയണം. ഈ സമയത്ത് നിങ്ങൾ കുട്ടികളല്ലാതെ ദേഹി അഭിമാനികളായി വേറെ ആരും ഇല്ല. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നുണ്ടാവും. പക്ഷെ പരമാത്മാവിന്റെ പരിചയമില്ല. കേവലം മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ ആത്മാവ് അവിനാശിയാണ്. ഈ ശരീരം നശിക്കുന്നതാണ്. പക്ഷെ ഇത് മനസ്സിലാക്കുന്നതിലൂടെ വികർമ്മം വിനാശമാകും. പുണ്യാത്മാവ്, പതീതാത്മാവ് എന്നെല്ലാം പറയാറുണ്ട്. ഞാൻ ആത്മാവാണ്, ഇതെന്റെ ശരീരമാണ്. ഇത് സാധാരണ കാര്യമാണ്. ബാബ മുഖ്യ കാര്യം മനസ്സിലാക്കി തരുന്നു, എന്നെ ഓർമ്മിക്കൂ.
ശരീര നിർവഹണാർത്ഥം ദേഹത്തിന്റെ അഭിമാനത്തിലേക്കും വരേണ്ടി വരും. ശരീരത്തിനും ഭക്ഷണം കൊടുക്കണം. ശരീരമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓരോ ജന്മത്തിലും തന്റെ ശരീര നിർവഹണം ചെയ്തു വന്നു. കർമ്മം ചെയ്തുകൊണ്ടും തന്റെ പ്രിയതമനെ ഓർമ്മിക്കണം. ആ പ്രിയതമനെ പൂർണ്ണമായും ആർക്കും അറിയില്ല. ആ പ്രിയതമൻ അഥവാ ബാബയിലൂടെ നമുക്ക് സമ്പത്ത് കിട്ടും. അതോടൊപ്പം ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകും. ഇതാരും മനസ്സിലാക്കി തരുന്നില്ല. നിങ്ങൾ കുട്ടികൾ പുതിയ കാര്യങ്ങളാണ് കേൾക്കുന്നത്. നിങ്ങൾക്കറിയാം, വീട്ടിലേക്ക് പോകുന്നതിനുള്ള വഴി നമുക്ക് കിട്ടി. തന്റെ വീട്ടിലേക്ക് പോയി പിന്നെ രാജധാനിയിലേക്ക് മടങ്ങും. അച്ഛൻ പുതിയ വീടുണ്ടാക്കുമ്പോൾ തീർച്ചയായും അവിടെ പോയി ഇരിക്കണമെന്ന് മനസ്സിലുണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് വഴി കിട്ടിക്കഴിഞ്ഞു. ഇത് വേറെ ആർക്കും അറിയില്ല. എത്ര യജ്ഞങ്ങളും തപസ്സുമെല്ലാം ചെയ്യുന്നു, തലയിട്ടടിക്കുന്നു. എന്നാൽ സദ്ഗതി ആർക്കും കിട്ടുന്നില്ല. ഈ ലോകത്തിൽ നിന്നും ആ ലോകത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഇതും മനസ്സിലാക്കണം. ശാസ്ത്രങ്ങളിൽ ലക്ഷക്കണക്കിന് വർഷം എന്ന് എഴുതിയിട്ടുണ്ട്. അതിനാൽ മനുഷ്യരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. ഇത് ഇന്നലത്തെ കാര്യമാണ്. ഭാരതം സ്വർഗമായിരുന്നു. നമ്മൾ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ളവരായിരുന്നു. ദേവീദേവതാ ധർമ്മം വളരെ സുഖം തരുന്നതാണ്. ഭാരതത്തിൽ പ്രാപ്തമാകുന്ന സുഖം വേറെ ആർക്കും പ്രാപ്തമാകില്ല. സ്വർഗത്തിലേക്ക് മറ്റ് ധർമ്മങ്ങളിലുള്ളവർക്ക് പോകാൻ സാധിക്കില്ല. നിങ്ങൾക്ക് പ്രാപ്തമാകുന്ന സുഖം വേറെ ആർക്കും പ്രാപ്തമാകുന്നില്ല. എത്ര തന്നെ പ്രയത്നിച്ചാലും ധനം ചിലവാക്കിയാലും സ്വർഗത്തിൽ ഏതു സുഖമാണോ ഉള്ളത് അത് പ്രാപ്തമാകില്ല. ചിലർക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അവർക്ക് സമ്പത്തുണ്ടാകില്ല. ചിലർക്ക് സമ്പത്തുണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യമുണ്ടാകില്ല. ഇത് ദുഃഖത്തിന്റെ ലോകമാണ്. ഇപ്പോൾ ബാബ പറയുകയാണ്, അല്ലയോ ആത്മാക്കളെ, ഉണരൂ. നിങ്ങൾക്കിപ്പോൾ ജ്ഞാനത്തിന്റെ 3-ാം നേത്രം ലഭിച്ചു. എത്ര ഉണർവ് വന്നു! നിങ്ങൾ മുഴുവൻ ലോകത്തിന്റെയും ചരിത്രവും ഭൂമിശാസ്ത്രവും അറിഞ്ഞു കഴിഞ്ഞു. ബാബ എല്ലാം അറിയുന്നവനാണ്. ബാബ എല്ലാവരുടെയും മനസ്സറിയുന്നുണ്ടെന്നല്ലേ ഇതിന്റെ അർത്ഥം? ഇത് ആരാണ്? എത്ര മനസ്സിലാക്കി തരുന്നുണ്ട്? ഇവർ എത്രത്തോളം പവിത്രമായി ജീവിക്കുന്നുണ്ട്? എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നു? ഞാൻ എന്തിനാണ് ഓരോരുത്തരെക്കുറിച്ചും ഇങ്ങനെ ചിന്തിക്കേണ്ടത്? ഞാൻ വഴി പറഞ്ഞു തരികയാണ്. നിങ്ങൾ ആത്മാക്കൾ തന്റെ പരംപിത പരമാത്മാവിനെ ഓർമ്മിക്കണം. ഈ സൃഷ്ടിചക്രത്തിനെ ബുദ്ധിയിൽ വയ്ക്കണം. തീർച്ചയായും ദേഹി അഭിമാനിയായി മാറണം. ദേഹാഭിമാനിയായി മാറിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ദുർഗതി ഉണ്ടായത്. ഇപ്പോൾ നിങ്ങൾക്ക് ബാബയെ ഓർമ്മിക്കണം. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിഞ്ഞ് കമലപുഷ്പത്തിന് സമാനമായി മാറണം. സ്വദർശന ചക്രധാരി നിങ്ങളാണ്. ദേവതകളുടെ കയ്യിൽ ശംഖൊന്നുമില്ല. ഈ ജ്ഞാനത്തിന്റെ ശംഖെല്ലാം ബ്രാഹ്മണരുടേതാണ്. സിഖ് ധർമ്മത്തിലുള്ളവർ വളരെ ശബ്ദത്തിൽ ശംഖധ്വനി മുഴക്കാറുണ്ട്. നിങ്ങളും ഈ ജ്ഞാനം കൊടുക്കുമ്പോൾ വലിയ സഭയിൽ ലൗഡ് സ്പീക്കർ വയ്ക്കാറുണ്ട്. നിങ്ങൾക്കിവിടെ ലൗഡ് സ്പീക്കർ വയ്ക്കേണ്ട ആവശ്യമില്ല. ടീച്ചർ പഠിപ്പിക്കാൻ ലൗഡ് സ്പീക്കർ വയ്ക്കാറുണ്ടോ? ഇവിടെ കേവലം ശിവബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മം വിനാശമാകുന്നു. ഞാൻ സർവശക്തിവാനല്ലേ? നിങ്ങൾ ലൗഡ് സ്പീക്കർ വയ്ക്കുന്നത് ദൂരത്തേക്ക് ശബ്ദം കേൾക്കുന്നതിനാണ്. ഭാവിയിൽ അതും ആവശ്യം വന്നേക്കും. മരണം അടുത്താണെന്ന കാര്യം നിങ്ങൾ കേൾപ്പിക്കണം. ഇപ്പോൾ എല്ലാവർക്കും തിരികെ പോകണം. മഹാഭാരത യുദ്ധവും അടുത്തു തന്നെയുണ്ട്.
ഗീതയിലും എഴുതിയിട്ടുണ്ട്, മഹാഭാരത യുദ്ധം നടന്നു, വിനാശം നടന്നു എന്ന്. പിന്നീട് എന്തുണ്ടായി? പാണ്ഡവരും മരിച്ചു. ബാബ മനസ്സിലാക്കി തരുന്നു, ഒരുപക്ഷെ വിനാശം വന്ന് ഭാരതഖണ്ഡവും ശൂന്യമായാലോ? ഭാരതം അവിനാശി ഖണ്ഡമാണ്, ഒരിക്കലും ശൂന്യമാകില്ല. നിങ്ങൾക്കറിയാം, പ്രളയമൊന്നും ഉണ്ടാകില്ല. ബാബ അവിനാശിയാണെങ്കിൽ ബാബയുടെ ജന്മസ്ഥലവും അവിനാശിയാണ്. കുട്ടികൾ സന്തോഷമായി ഇരിക്കണം. ബാബ എല്ലാവരുടെയും സദ്ഗതി ദാതാവാണ്. ആര് വന്ന് സുഖവും ശാന്തിയും ചോദിച്ചാലും സുഖവും ശാന്തിയും നൽകുന്നു. ആത്മാവിന് ഇത്രയും ശാന്തി എങ്ങനെ ഓർമ്മ വരുന്നു? ശാന്തിധാമം ആത്മാക്കളുടെ വീടല്ലേ? വീട് എല്ലാവർക്കും ഓർമ്മയുണ്ടാകില്ലേ? വിദേശത്ത് വെച്ച് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ആഗ്രഹിക്കുന്നു ശരീരം സ്വരാജ്യത്തേക്ക് കൊണ്ടുപോകണമെന്ന്. എല്ലാവർക്കും സദ്ഗതിയും ദുഃഖത്തിൽ നിന്നും മുക്തിയും തരുന്ന ബാബയുടെ ജന്മദേശമാണ് ഭാരതമെന്ന് എല്ലാവർക്കും അറിയുമെങ്കിൽ ഭാരതത്തെ എല്ലാവരും അംഗീകരിക്കുമായിരുന്നു. ഒരേ ഒരു ശിവന്റെ മേൽ പുഷ്പം വർഷിക്കുമായിരുന്നു. ഇപ്പോൾ എത്ര പേരുടെ മേലാണ് പുഷ്പങ്ങൾ വർഷിക്കുന്നത്? എല്ലാവർക്കും സുഖം ശാന്തി തരുന്ന ആളുടെ പേര് മുങ്ങിപ്പോയിരിക്കുന്നു. ആരാണോ ബാബയെ നല്ല രീതിയിൽ അറിയുന്നത് അവർ സമ്പത്തെടുക്കുന്നതിന് പരിശ്രമിക്കുന്നു. എന്റെ പേര് തന്നെ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ എന്നാണ്. ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ച് എന്തു ചെയ്യും? നിങ്ങൾക്കറിയാം, ശാന്തിധാമത്തിൽ ശാന്തമായി ഇരിക്കുന്നു, സുഖധാമത്തിൽ സുഖമാണ്. ശാന്തിധാമത്തിന്റെ സ്ഥലം എവിടെയാണ്? സുഖധാമത്തിന്റെ സ്ഥലം എവിടെയാണ്? ഇത് ദുഃഖത്തിന്റെ ലോകമാണ്. എല്ലാവർക്കും ഈ സമയം ദുഃഖം തന്നെ ദുഃഖമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഇങ്ങനെയുള്ള സുഖത്തിലേക്കാണ് പോകുന്നത്. അവിടെ 21 ജന്മങ്ങളിൽ ഒരു പ്രകാരത്തിലുമുള്ള ദുഃഖം ഉണ്ടാകില്ല. സുഖധാമമെന്നാണ് പേര്. എത്ര മധുരമായ പേരാണ്. ബാബ പറയുന്നു, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കേവലം ബാബയെയും അതോടൊപ്പം സമ്പത്തിനെയും ഓർമ്മിക്കൂ. ഈ ജ്ഞാനം നിങ്ങളാണ് ബാബയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യയുഗത്തിൽ ആത്മാവിന്റെ ജ്ഞാനമുണ്ട്. ഞാൻ ആത്മാവ് ഈ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ജന്മം എടുക്കും. ഇതിനെ ആത്മാഭിമാനി എന്ന് പറയുന്നു. ഇത് ആത്മീയ ജ്ഞാനമാണ്. ഇത് വേറെ ആർക്കും നൽകാൻ സാധിക്കില്ല. ആത്മാവിന് ആത്മീയ അച്ഛൻ ജ്ഞാനം നൽകുകയാണ്. ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷവും നൽകും. മനുഷ്യൻ തീർത്തും ഘോരമായ അന്ധകാരത്തിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രകാശം കിട്ടി. നിങ്ങൾ അജ്ഞാന നിദ്രയിൽ നിന്നും ഉണർന്നു. എല്ലാ പ്രിയതമകളുടെയും പ്രിയതമൻ ഒരു ബാബയാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളുടെ അച്ഛനാണ്, പ്രിയതമനാണ്, ഗുരുക്കന്മാരുടെയും ഗുരുവാണ്, പരമമായ അധ്യാപകനാണ്. സർവ ഗുരുക്കന്മാർക്കും സദ്ഗതി ദാതാവ് ഒരു സദ്ഗുരുവാണ്. പറയുന്നു, കുട്ടികളെ, ഞാൻ സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. ഗതിക്ക് ശേഷം സദ്ഗതി ഉണ്ടാകും. ബാബ മനസ്സിലാക്കി തരുന്നു, ഓരോ ആത്മാക്കൾക്കും തിരിച്ചു പോകണം. ആത്മാവാണ് സതോ പ്രധാനം, സതോ രജോ തമോ ആയി മാറുന്നത്. ചിലർക്ക് വളരെ കുറച്ചു പാർട്ടേ ഉള്ളൂ. വരും, അപ്പോൾ തന്നെ പോകും. കൊതുകുകളെ പോലെ ജനിക്കും, അപ്പോൾ തന്നെ മരിക്കും. ഇതുപോലെ ബാബയിൽ നിന്ന് സമ്പത്തെടുക്കാൻ സാധിക്കില്ല. ബാബയിൽ നിന്നും പവിത്രത, സുഖം, ശാന്തിയുടെ സമ്പത്താണ് എടുക്കുന്നത്. ഓരോ ആത്മാക്കൾക്കും ബാബ മനസ്സിലാക്കി തരുന്നു, ബാബ നിരാകാരനാണ്. ഈ മുഖത്തിലൂടെയാണ് മനസ്സിലാക്കി തരുന്നത്. വളരെ ഉയർന്നതിലും ഉയർന്ന ക്ഷേത്രങ്ങളും ശിവബാബയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്.
തീർത്ഥാടനങ്ങൾക്കും മേളകൾക്കും വളരെ ദൂരെ ദൂരെ പോകുന്നു. മുകളിൽ എന്തെങ്കിലും ജ്ഞാനത്തിൻ്റെ അമൃത് കുടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ? എത്രയാണ് ചെലവ് ചെയ്യുന്നത്? സർക്കാരും അവർക്ക് വേണ്ടി എത്ര സൗകര്യങ്ങൾ ചെയ്യുന്നു. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. തീർത്ഥാടനങ്ങൾക്ക് എങ്ങനെയാണ് ചെറിയ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുക? കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരെയെങ്കിലും ഏർപ്പെടുത്തും. കൂടെ കൊണ്ടുപോകില്ല. 2-3 മാസങ്ങൾ യാത്ര ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കണം, പഠിക്കണം. ചെറിയ കുട്ടികൾ കേൾക്കില്ലല്ലോ. ജ്ഞാനവും യോഗവും പഠിക്കാനാണ് നിങ്ങൾ വരുന്നത്. ബാബ ജ്ഞാനം കേൾപ്പിക്കുമ്പോൾ എന്തെങ്കിലും ശബ്ദത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഇല്ലെങ്കിൽ ശ്രദ്ധ മാറും. ശാന്തിയിലിരുന്ന് ശ്രദ്ധയോടെ കേൾക്കണം. യോഗം വളരെ സഹജമാണ്. ഏത് ജോലി ചെയ്യുകയാണെങ്കിലും ബുദ്ധിയുടെ യോഗം ബാബയുടെ കൂടെ വയ്ക്കൂ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വളരെ ശക്തിശാലിയായ സമ്പാദ്യം കിട്ടും. നിങ്ങൾക്കറിയാം, നമ്മൾ സദാ ആരോഗ്യമുള്ളവരായി മാറും. സ്വയം തന്നോട് സംസാരിക്കണം. ബാബയുടെ ഓർമ്മയിലൂടെ ഭോജനം തൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കണം. കൈകൾ കൊണ്ട് ജോലി ചെയ്തോളൂ. ബാക്കി അച്ഛനെ ഓർമ്മിക്കൂ. നിങ്ങളുടെ നന്മയുണ്ടാകും. അതോടൊപ്പം ഓർമ്മയിൽ കഴിയുന്നതിലൂടെ ആ വസ്തു നല്ലതായി തീരും. നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തിയായി മാറാം. ലക്ഷ്മി നാരായണനായി മാറുന്നതിനാണ് നിങ്ങളിവിടെ വന്നത്. എല്ലാവരും പറയുന്നുണ്ട്, നമ്മൾ സൂര്യവംശിയായി തീരും. നിങ്ങൾക്കറിയാം, നമ്മുടെ മമ്മയും ബാബയും ഈ സമയത്ത് ബ്രഹ്മാവും സരസ്വതിയുമാണ്. അടുത്ത ജന്മത്തിൽ ലക്ഷ്മി നാരായണനായി തീരും. ഭാവിയിൽ ആരാരായി തീരും, ഇങ്ങനെ ആർക്കും ആരുടെ ജന്മത്തെക്കുറിച്ചും അറിയില്ല. നെഹ്റു ആരായി തീർന്നു എന്നത് ആർക്കും അറിയില്ല. ശരിയാണ്, ആരെങ്കിലും ദാനമെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല കുലത്തിൽ ജനിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും അറിയാം. ഇപ്പോഴുള്ള പേരാണ് ആദിദേവനായ ബ്രഹ്മാവ്, ആദിദേവിയായ സരസ്വതി. ഇവർ തന്നെ പിന്നീട് സ്വർഗത്തിൻ്റെ അധികാരികളായി മാറും. അവരുടെ കുട്ടികളും അവരുടെ കൂടെ ഉണ്ടാകും. അവർ പറയും, ഞങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരികളാണ്. ഇതുറപ്പാണ്. സൂക്ഷ്മവതനത്തിലും നിങ്ങൾ കാണുന്നുണ്ട്, ദേവിമാരുടെ ക്ഷേത്രങ്ങളിൽ ധാരാളം മേളകൾ നടക്കാറുണ്ട്. ഇപ്പോൾ ജഗദംബ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഗുണങ്ങളും ഒന്ന് തന്നെ ആയിരിക്കും. മമ്മയെ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് ഗുണങ്ങളുണ്ട്. അപ്പോൾ ബാബ പേര് വെച്ചു അധർ കുമാരി. നിങ്ങൾക്കറിയാം, ഇതും നിങ്ങൾ തന്നെയാണ് ആയിത്തീരുന്നത്. നമ്മളെല്ലാവരും ബ്രഹ്മകുമാരന്മാരും കുമാരിമാരുമാണ്. കുടുംബത്തിലുള്ളവരും കുടുംബത്തിൽ ജീവിക്കുന്നവരും പറയുന്നുണ്ട്, ഞങ്ങളും ബ്രഹ്മകുമാരി കുമാരന്മാരാണ്, ഒരു ബാബയുടെ മക്കളാണ്. തീർച്ചയായും നിങ്ങളിരുന്ന് ഈ ജ്ഞാനം കൊടുക്കുന്നു. നിങ്ങളുടെ ഓർമ്മചിഹ്നം അർത്ഥസഹിതം ദിൽവാഡ ക്ഷേത്രത്തിലുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്കാണ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ സ്ഥാപിക്കുകയാണ്. രാജയോഗത്തിലൂടെ ശ്രീമതത്തിലൂടെ നടന്ന് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റും. ശരി. വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ജ്ഞാനത്തിലും യോഗത്തിലും പൂർണ്ണ ശ്രദ്ധ കൊടുക്കണം. കേൾക്കുന്ന സമയത്ത് വളരെ ശാന്തവും ഏകാഗ്രചിത്തവുമായിരിക്കണം. കർമ്മയോഗിയായി മാറണം. 2. ബാബ വീട്ടിലേക്കുള്ള ഏത് വഴിയാണോ പറഞ്ഞു തന്നത്
അതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ. സ്വദർശന ചക്രധാരി ആകുന്നതിനോടൊപ്പമൊപ്പം ജ്ഞാനത്തിന്റെ ശംഖധ്വനിയും മുഴക്കൂ. വരദാനം മഹാനാണ്, അതിഥിയാണ് എന്ന 2 സ്മൃതികളിലൂടെ സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തമാകുന്ന ഉപരാമം അഥവാ സാക്ഷിയായി ഭവിക്കട്ടെ. ഉപരാമസ്ഥിതി അഥവാ സാക്ഷി ദൃഷ്ടാവിന്റെ അവസ്ഥയിലെത്തുന്നതിനായി 2 കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. 1, ഞാനൊരു മഹാൻ ആത്മാവാണ്. 2, ഞാൻ ആത്മാവ് ഇപ്പോൾ ഈ പഴയ ലോകത്തെ അല്ലെങ്കിൽ ഈ പഴയ ശരീരത്തിലെ അതിഥിയാണ്. ഈ സ്മൃതിയിൽ ഇരിക്കുന്നതിലൂടെ സ്വതവേ വളരെ സഹജമായി എല്ലാ ദുർബലതകളും ബന്ധങ്ങളുടെ ആകർഷണങ്ങളും സമാപ്തമാകും. മഹാനാണ് എന്ന് സ്വയം തിരിച്ചറിയുന്നതിലൂടെ അതുവരെ സംസ്കാരങ്ങൾക്ക് വശപ്പെട്ട് ചെയ്തിരുന്ന സാധാരണ കർമ്മങ്ങളും സങ്കല്പങ്ങളും സമാപ്തമാകും. മഹാനാണ്, അതിഥിയാണ് എന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മഹിമാ യോഗ്യരായി മാറുന്നു. സ്ലോഗൻ: സർവരുടെയും ശുഭഭാവനയുടെയും സഹയോഗത്തിന്റെയും തുള്ളികളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ പോലും സഹജമായി നടക്കുന്നു. അവ്യക്ത സൂചന: ജ്വാല സ്വരൂപസ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് ശക്തിശാലിയായ ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. സെക്കൻഡിൽ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നുവോ അവിടെ എത്താൻ കഴിയുന്നതാണ് ശക്തിശാലിയായ മനസ്സിന്റെ അടയാളം. മനസ്സിന് പറക്കാൻ കഴിയുമ്പോൾ, പറക്കാൻ പ്രാക്ടീസ് ആകുമ്പോൾ സെക്കൻഡിൽ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നുവോ അവിടേക്ക് പോകാൻ കഴിയുന്നു. ഇപ്പോഴിപ്പോൾ സാകാരവദനത്തിൽ, ഇപ്പോഴിപ്പോൾ പരംധാമത്തിൽ സെക്കൻഡിന്റെ വേഗതയിൽ എത്താനാകണം. ഇപ്പോൾ ഈ അഭ്യാസം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഓർമ്മ വളരെ ശക്തിശാലിയായി മാറും. ഓം ശാന്തി.